പൊട്ടിച്ചിരിക്കുന്നു. ഹായ് ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാര്യം ഇന്ന് നമ്മുടെ വേലയാണ്, കാട്ടിശ്ശേരി വേല. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോവാണ്. ഇന്ന് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കാണിക്കാനുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം. അങ്ങനെ ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ കാട്ടിശ്ശേരി വേല വീണ്ടും വന്നിരിക്കുകയാണ്. ഒരുപാട് ഹാപ്പിനെസ്സും ഒരുപാട് എക്സൈറ്റ്മെന്റോടു കൂടിയാണ് ഈ വർഷത്തെ വേലയ്ക്ക് നമ്മൾ വെൽക്കം ചെയ്തിട്ട്. വേലയ്ക്ക് തുടക്കം കുറിക്കുന്നത് കൂറിയിടുന്ന ദിവസം തൊട്ടാട്ടോ. നമ്മൾ അന്നത്തെ ദിവസം കുമ്മാട്ടി പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് എപ്പോഴും വരുന്നൊരു കമന്റ് ആണ് നിങ്ങളുടെ സ്ഥലം ഏതാണെന്നുള്ളത്. ഞങ്ങൾ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ കാട്ടിശ്ശേരിയാണ്. ആ കാട്ടിശ്ശേരിയിലെ വേലയാട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ വേല വരുന്നത് ശരിക്കും ഏപ്രിൽ 2-ാം തീയതി ആണെങ്കിലും മാർച്ച് മാസം 28-ാം തീയതി തന്നെ നമ്മുടെ വേലയൊക്കെ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യും. ഇതൊക്കെയായിരുന്നു വേലയ്ക്ക് മുന്നുള്ള 3 ദിവസങ്ങൾ ഞങ്ങളുടെ പരിപാടി. ഞങ്ങളുടെ ഡാൻസ് ഉണ്ടായിരുന്നു, ഗാനമേള ഉണ്ടായിരുന്നു, പിള്ളേരൊക്കെ ഫുൾ ഓൺ ആയിരുന്നു. അടിച്ചു പൊളിച്ച് തകർത്ത് വാരി എന്ന് പറയാലോ. അത്രയ്ക്ക് അടിപൊളിയാക്കിയിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നത്. അങ്ങനെ വേല ദിവസമായി രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോകുന്നുള്ളത് മസ്റ്റാണല്ലോ വേലയ്ക്ക്. നമ്മളങ്ങനെ അമ്പലത്തേക്ക് പോവാണ്. രാവിലെ കുളിച്ചൊരുങ്ങി സുന്ദരന്മാരായിട്ട് എല്ലാവരും അമ്പലത്തിൽ പോകുന്ന കാഴ്ചയാട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ഭഗവാനെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതാണ് നമ്മുടെ അമ്പലം. കാട്ടിശ്ശേരി ശ്രീ തൃക്കണാദേവൻ ക്ഷേത്രമാണ്. ഇവിടെ കൃഷ്ണനാണ് പ്രതിഷ്ഠ. നമ്മുടെ ഭഗവതിയുടെ തിടമ്പൊക്കെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുട്ടികളെ നമ്മൾ കണ്ടത്. അവർ നമ്മളോടൊന്ന് സംസാരിക്കായിരുന്നു. വളരെ ഹാപ്പി. ഞങ്ങൾ എല്ലാവരും ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ആനച്ചമയത്തിനാണ് പോയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഇതൊക്കെ ഇട്ടിട്ട് വരാനുള്ള ചുട്ടുമണികളെ കാണാനാണ്. നമ്മുടെ ആനക്കുട്ടികളൊക്കെ പല പല തൊടിയിലായിരുന്നു. നമ്മൾ ഓരോരുത്തരായിട്ട് പോയി കണ്ടു. കാട്ടിശ്ശേരിക്ക് 7 ആന, പുതിയങ്കത്തിന് 7 ആന, അങ്ങനെ മൊത്തം 14 ആനകളാട്ടോ നമ്മുടെ വേലയ്ക്കുള്ളത്. ഇവരെല്ലാവരും ഇവിടെ വന്നിട്ടില്ല. നമ്മുടെ ദേശത്തെ ഒരു 3-4 ആനകൾ ഞങ്ങൾ പോകുന്ന നേരത്തെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവരോട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് തിരിച്ചു വരുമ്പോഴാണ് ഓരോരുത്തരായിട്ട് വരുന്നത് കാണുന്നത്. എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ ആനകളുടെ നടത്തുണ്ടല്ലോ, ഈ ചങ്ങലയുടെ സൗണ്ട്, അത് തന്നെ ഒരു വേലയുടെ ഒരു തുടക്കത്തിൻ്റെ ഒരു സിഗ്നലായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഞങ്ങൾ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കായിരുന്നു അവിടെ നിന്നിട്ട്. ഒരുപാട് നേരം സംസാരിക്കാൻ നിൽക്കാൻ നേരില്ല. വീട്ടിൽ പോയിട്ട് വേണം ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങാനായിട്ട്. അങ്ങനെ ഐശ്വര്യമായിട്ട് രാവിലത്തെ ഫുഡായിട്ട് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി, സ്റ്റൂ, അതുപോലെ ചമ്മന്തിയൊക്കെ ആയിരുന്നു. കുട്ടികളെല്ലാവരും കഴിച്ചു. ഇനിയാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. കാര്യം ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കണമല്ലോ. വളയിട്ട കൈകൾ എൻ്റെയാണ്. ഞാനാണ് ഇന്ന് ബിരിയാണി വെക്കുന്നത്. അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. കാര്യം അമ്മ ഒന്നും മാറി ഇതിന് എന്തെങ്കിലും പറ്റും. അങ്ങനെ ഞാനും അമ്മയും കൂടി ബിരിയാണിക്കുള്ള പരിപാടിക്ക് സെറ്റ് ചെയ്തു. ചക്കുടുവും വർഷക്കുട്ടിയും കൂടിയാണ് മാങ്ങച്ചാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അല്ലറ ചില്ലറ പരിപാടി, ഈ അണിയൻസ് ഒക്കെ ഫ്രൈ ചെയ്യണം, ഈ റൈസിൻസും കാഷ്യൂസും ഒക്കെ ഫ്രൈ ചെയ്യുക, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിനകത്ത് ഗ്യാസിൽ ചെയ്തു. ബിരിയാണി നമ്മൾ അടുപ്പിൽ തന്നെയാട്ടോ ഉണ്ടാക്കിയത്. അമ്മ വെച്ച ചിക്കൻ കറിയാണ്. പിന്നെ അങ്ങനെ ചക്കുടുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മുജി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കൂടെ ഭയങ്കര സംസാരത്തിലായിരുന്നു. പിന്നെ എൻ്റെ മേഘ വന്നു. അവളെ ലേറ്റായി വരാനായിട്ട്. ബിരിയാണി അങ്ങനെ സെറ്റ് ചെയ്തു. ബിരിയാണി നമ്മൾ ദമ്മ ഉണ്ടാക്കുന്നത്. മലബാർ സ്റ്റൈൽ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റാവുത്തർ ഇഷ്ടമാണ്. പക്ഷേ ഈ ദിവസം ഇത് കഴിക്കാനാണ് കുറച്ചുകൂടി താല്പര്യം. അങ്ങനെ ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്ത് ദമ്മൊക്കെ വെച്ച് നമ്മൾ ദമ്മൊക്കെ പൊട്ടിച്ചപ്പിക്കും. നല്ല സ്മെല്ലായിരുന്നു അവിടെയൊക്കെ. ഞങ്ങൾ വെച്ചുകൊണ്ട് പറയല്ല, നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചതിന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. എന്നിട്ടാണ് ഞങ്ങൾ വേലയ്ക്ക് റെഡിയായത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ റെഡി ആയിട്ട് വേലയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്. വൈകുന്നേരം ഒരു 5:30 ആകുമ്പോഴത്തേനും നമ്മളെല്ലാം റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ നേരത്തെ പോകണം, എന്നാലാണ് നമുക്ക് വേല നന്നായിട്ട് കാണാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇരുട്ടായി തുടങ്ങി കഴിഞ്ഞാൽ ഫുൾ ലൈറ്റ് മാത്രമായിരിക്കും. റെഡിയായി വേലപ്പറമ്പിലെത്തി. ഇതാണ് നമ്മുടെ കാട്ടിശ്ശേരി ദേശത്തിൻ്റെ പന്തൽ. നല്ല അടിപൊളി പന്തലായിരുന്നു. 7 ആനകളും നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു പന്തൽ കാണാൻ തന്നെ പ്രത്യേക വൈബാണ്. അവിടെ വെച്ച് വേറൊരു സബ്സ്ക്രൈബർ കുട്ടിയോട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഹാപ്പിയായി ഞങ്ങൾ. പിന്നെ എൻ്റെ പിള്ളേർ ഓരോരുത്തരായിട്ട് കാണാൻ തുടങ്ങി. ഈ വർഷം തിരുവമ്പാടി ചന്ദ്രശേഖരനാട്ടോ നമ്മുടെ തിടമ്പാന. അവൻ ആ തിടമ്പും നെറ്റിപ്പട്ടവും മാലയൊക്കെ ഇട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ അത്രയും സൂപ്പറായിരുന്നു. പിന്നെ രാത്രി ആയപ്പോഴാണ് ഈ പന്തലിൻ്റെ ഭംഗി ശരിക്കും മനസ്സിലാവുന്നത്. പന്തലിൻ്റെ തീമും കളർ വേരിയേഷനും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ചേച്ചീനെ കണ്ടായിരുന്നു. പിടിച്ചു നിർത്തി ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടാണ് ഞാൻ വിട്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതെൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. എൻ്റെ വീടിന് തൊട്ടടുത്ത വീടെങ്കിലും വേലപ്പറമ്പിൽ വെച്ച് കാണുന്ന എക്സൈറ്റ്മെൻറ്റാണ് നിങ്ങൾ കണ്ടത്. പിന്നെ ചാച്ചുവിൻ്റെ പേരക്കുട്ടിയടുത്തുള്ള സ്നേഹം ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ മേമയും ചാച്ചു കുറച്ച് ലേറ്റ് ആയിട്ടോ വന്നത്. അമ്മച്ചി ഓൾറെഡി ഉണ്ടായിരുന്നു. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമ്പോൾ എൻ്റെ അമ്മച്ചിക്ക് എവിടെ നിന്നില്ലാതെ ചിരിയാണ് വരുന്നത്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ വട്ടത്തിലിരിക്കുകയാണ് ചെയ്തത്. കാര്യം ഞങ്ങൾക്ക് പടക്കം നേരെ കാണണമെങ്കിൽ ഇങ്ങനെ ഇരുന്നേ പറ്റുള്ളായിരുന്നു. അമ്മേരൊക്കെ കുറച്ച് അപ്പുറത്തായിരുന്നു. അങ്ങനെ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം നമ്മുടെ വെടിക്കെട്ട് അങ്ങനെ തുടങ്ങി ഗൈസ്. കാട്ടിശ്ശേരിയുടെ വെടിക്കെട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. പാലക്കാടിൻ്റെ ഐക്കോണിക്കലായിട്ടുള്ള നെമ്മാറവേലയുടെയും കാവശ്ശേരി പൂരത്തിൻ്റെ ഒക്കെ ഇടയിൽ ഈ കൊച്ചു കാട്ടിശ്ശേരി വരെ കുറച്ച് അണ്ടർ റേറ്റഡ് ആയിട്ടാണോ എന്ന് നിങ്ങൾ തന്നെ പറയുക ഗൈസ് വെടിക്കെട്ട് കണ്ടിട്ട്.
വെടിക്കെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആനക്കുട്ടന്മാരും പഞ്ചവാദ്യക്കാരും എല്ലാവരും വന്ന് തേവരുടെ മുറ്റത്ത് ഒരു ആഘോഷം തന്നെയാണ്. അവിടെ നിന്ന് ഒരുപാട് നേരം വൈബാക്കി കൊണ്ടാ തോന്നുന്നു ഞങ്ങൾ കുറച്ച് പേര് ചൂടിന്റെ സമ്മർദ്ദം മൂലം ആലിന്റെ ചോട്ടിലേക്ക് സൈഡായിട്ടുണ്ടായിരുന്നു. പാലക്കാടിന്റെ ചൂട് പിന്നെ പറഞ്ഞറിയിക്കണ്ടല്ലോ. എൻ്റെ പൊതുവേ നല്ലോണം വേർക്കുന്ന ഫേസ് ആണ്, പക്ഷെ ഇത് പതിവിലും ശക്തിയായിട്ട് വേർക്കുന്നു ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ പിറ്റേന്നായി ഇവർക്ക് പോകാനുള്ള സമയമായി. പോകാനായിട്ട് ഇവരെ വിടാനായിട്ട് ഞങ്ങൾക്കും തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. കോയിൻസിഡൻസ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ 3 പേരും ഇന്ന് ഏകദേശം ഒരേ കളറിലുള്ള ഔട്ട്ഫിറ്റ് ആയിരുന്നു, വൈറ്റും നേവി ബ്ലൂവും. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വേലാപൂരം ഇതുപോലുള്ള ആഘോഷങ്ങളൊക്കെ കളറാവുന്നത് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ ഇതുപോലെ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോഴാണ്. അങ്ങനെ വണ്ടി വന്നു, എല്ലാവരും ടാറ്റാ ബൈ ബൈ പറയാൻ തുടങ്ങി. എനിക്ക് കുറച്ച് സങ്കടമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സാരമില്ല എന്ന് വിചാരിച്ചു, ഇനിയും വേലയ്ക്ക് വരുമല്ലോ. അപ്പോൾ വേലയുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.